ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേ നമ്മളൊരു യാത്ര പോയതാണ് കേട്ടോ. ഞങ്ങളുടെ പിതാവിനൊപ്പമുള്ള ഒരു കുടുംബയോഗമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ തലേദിവസം അതായത് വെള്ളിയാഴ്ച രാത്രി ഇത് മടക്കി തീർത്തു. എല്ലാം അതാത് സ്ഥാനങ്ങൾ എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ ഡെയിലി യൂസിൻ്റെ വേറെ, വീട്ടിലിടുന്ന വേറെ, അങ്ങനെ എല്ലാം തരംതിരിച്ച് എല്ലാവരും എടുത്ത് വെച്ചു. ഞാൻ തുണി മടക്കണ സമയം രണ്ട് സമയങ്ങളാണ് കേട്ടോ. ഒന്നുകിൽ രാത്രിയിൽ അല്ലെങ്കിൽ രാവിലെ. അല്ലെങ്കിലേ ഞാൻ രാവിലെ തുണി മടക്കാനിരുന്നാൽ മറ്റു പണികൾ പെൻഡിങ് ആയിപ്പോവും. ഉച്ച കഴിഞ്ഞ് മടക്കാനിരുന്നാൽ എൻ്റെ കൊച്ചു വന്നിട്ട് അതിൻ്റെ മേണ്ടയിൽ കൂടെ കുത്തും പറഞ്ഞ് കളിയാണ്. അല്ലെങ്കിൽ ഞാൻ മടക്കി വെച്ചേക്കണത് അവനെടുത്ത് നിവർത്തി ഇട്ട് കളിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ രാവിലെ അല്ലെങ്കിൽ രാത്രിയിൽ ഇരുന്നേ മടക്കി വെക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ശനിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് രാവിലെ 8 മണിക്കാണ് കുർബാന. പെരിയപ്പുറത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 6:30 ആയപ്പം വീട്ടിൽ നിന്ന് പോയി കേട്ടോ. വീട്ടുപേര് അങ്ങാടിത്തന്നാണെങ്കിലും അതിൽ 5 ശാഖകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പലരും ഈ 5 ശാഖകളും പലയിടത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ എല്ലാവരുടെ ഒത്തുകൂടുന്നത് ഈ പെരിയപ്പുറത്ത് വെച്ചാണ് കേട്ടോ. എൻ്റെ ചേട്ടായുടെ അപ്പാപ്പൻ്റെ റിലേഷനിൽ വരുന്നതാണ് പിതാവ്. കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമ്മുടെ അടുത്ത സ്വന്തം അങ്ങാടിയത്തിൻ്റെ പിതാവാണെന്ന് മാത്രം എനിക്കറിയാം. പിതാവ് ഷിക്കാഗോയിലാണ്. പിതാവ് ഇപ്പോൾ നാട്ടിൽ വന്നേക്കുന്നതാണ്. ആ സമയത്ത് കുടുംബയോഗവും പിതാവിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലിയും ഒന്നിച്ച് നടത്തുന്നതാണ് കേട്ടോ. ഈ സിസ്റ്റർ എന്ന് പറയുന്നത് ചേട്ടയുടെ അപ്പാപ്പൻ്റെ പെങ്ങളാണ് കേട്ടോ. ഈ അപ്പാപ്പൻ്റെ തന്നെ അനിയൻ അച്ഛനുണ്ടായിരുന്നു. അച്ഛനും മരിച്ചു കേട്ടോ. ആ അച്ഛനായിരുന്നു ഞങ്ങളുടെ കല്യാണം നടത്തിയത്. നല്ല സ്നേഹമുള്ള അച്ഛനായിരുന്നു. ഇന്ന് ഞാൻ സ്നേഹത്തോടെ ആ അച്ഛനെ ഓർക്കുവാണ്. അത്രയും പാവവും സ്നേഹമായിരുന്നു കേട്ടോ. പള്ളിയിലെ കുർബാനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം 5 ശാഖകളിൽ നിന്ന് വന്ന എല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് പിതാവിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ, ഈ സിസ്റ്റേഴ്സും പിതാവും അച്ഛന്മാരുണ്ട്, ഇവരെല്ലാം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം എല്ലാവരും അതായത് ആ യോഗത്തിൽ വന്നിടത്ത് പങ്കെടുത്ത എല്ലാവരും കൂടി ചേർന്നൊരു ഫോട്ടോ എടുത്തു. അതിന് ശേഷം ചായയും സ്നാക്സും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ കയറിയിട്ട് രംഗപൂജയോടുകൂടി ഉദ്ഘാടനവും പിതാവ് നിർവഹിച്ചു. പിന്നെ എല്ലാവരെയും ആദരിക്കലായിരുന്നു. 22 ശേഷം ഉണ്ടായ കുട്ടികളെയും കല്യാണം കഴിഞ്ഞവരെയും പിന്നെ 75 വയസ്സായവരെയും പിന്നെ SLC +2 A+ മാർക്ക് വാങ്ങിയവരെ 50ഉം 25ഉം ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിതാവിൻ്റെ മെത്രാഭിഷേക രജത ജൂബിലി ആയിരുന്നു. അപ്പോൾ പിതാവിനെയും മൊമെൻ്റൊക്കെ നൽകി പിതാവിനെ ആദരിച്ചു. അതിൽ കുഞ്ഞാച്ചയ്ക്കും കിട്ടി മൊമെൻ്റയ്ക്കും ആദരവും. കുഞ്ഞാച്ചി എന്ന് പറയുന്നത് നമ്മുടെ അപ്പാപ്പൻ്റെ. പിന്നെ ഓരോ ശാഖകളിൽ നിന്നും വന്നവരനുസരിച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും സന്തോഷമായിട്ട് വിരിഞ്ഞു കേട്ടോ. ഈ മാതാവിൻ്റെ രൂപം പിതാവ് തന്നതാണ്. അപ്പൂസിനൊരെണ്ണം കൊടുത്തു, എനിക്ക് ഒരെണ്ണം തന്നു കേട്ടോ. അവയമോളെ ഞങ്ങൾക്കൊപ്പം സ്റ്റേജിലേക്ക് വരാതെ മടിച്ചിരുന്നു കേട്ടോ. പിതാവിൻ്റെ ജീവചരിത്രം എഴുതിയൊരു ബുക്കും പിതാവിൻ്റെ ഫോട്ടോ അടങ്ങിയ 2 സൈസിൽ ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങളൊരു 3:30-4 മണിയൊക്കെ ആയിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വലതുവശത്തുള്ള ബെൽ ബട്ടണിൽ ഒന്നൊന്ന് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. എങ്കിലും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ക്ഷമയോടെ സ്നേഹത്തോടെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.